ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷാർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നൊരു സെഷനാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സസിലായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്നത്. അതായത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മുതൽ 1947 നമുക്ക് ഫ്രീഡം കിട്ടുന്നത് വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 1919 ഇതുവരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാനുള്ള വീഡിയോ ലിങ്ക്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണാൻ ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. ജാലിയൻവാലാബാഗ് മസാക്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും, ചെറിയ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ജാലിയൻവാലാബാഗ് മസാക്കർ എന്ന് പറയുന്നത്. സോ എന്താ സംഭവിച്ചെന്നുള്ളതെല്ലാം നമുക്കറിയാം. നമുക്ക് വേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ്, ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ എന്താ ഉണ്ടായതെന്നുള്ളത് അറിയാം. എ ലാർജ് അൺആംഡ് ക്രൗഡ് അസംബിൾഡ് ഓൺ ജാലിയൻവാലാബാഗ്. ജാലിയൻവാലാബാഗ് എന്ന് പറയുന്നത് അമൃത്സറിലെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു കൂട്ടം അൺആംഡ് എന്ന് വെച്ചാൽ എന്താ, നിരായുധരായിട്ടുള്ള, ആയുധങ്ങളൊന്നും ക്യാരി ചെയ്യാത്ത കുറച്ച് ആളുകൾ ഒത്തുകൂടുകയാണ്. എന്നാണ് ഒത്തുകൂടുന്നത്? ഏപ്രിൽ 13, 1919 ഒത്തുകൂടുന്നത്. അപ്പം ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1919 ഫാൻസി നമ്പറാണ്, നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാം. തീയതിയും ഓർക്കാൻ എളുപ്പമാണ്. ഒന്നുകിൽ വിഷുത്തലേന്ന് ആലോചിച്ചാൽ മതി. ഏപ്രിൽ 14 നമുക്ക് വിഷു ആണല്ലോ, വിഷുത്തലേന്ന് ആലോചിക്കാം. അല്ലെങ്കിലോ 13 പൊട്ട നമ്പറാണ്. എന്തൊക്കെ പൊട്ട നമ്പറാണെന്നുള്ളത് എൻ്റെ വിശ്വാസമല്ല, നമ്മൾ അങ്ങനെയാണല്ലോ പൊതുവെ കാണുന്നത്. ഒരു ദുരന്തം സംഭവിച്ചത് തീയതി അല്ലെങ്കിൽ പൊട്ട നമ്പർ എന്നുള്ള രീതിയിൽ ഏപ്രിൽ 13 ആലോചിക്കാം, അല്ലെങ്കിൽ വിഷുത്തലേന്ന് ആലോചിക്കാം. 1919 നമ്മുടെ ഫാൻസി നമ്പറാണ്. സോ എന്തായാലും നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഏപ്രിൽ 13, 1919 ജാലിയൻവാലാബാഗ് മസാക്കർ അല്ലെങ്കിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. എവിടെ വെച്ചാണ്? ജാലിയൻവാലാബാഗ് എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സർ ഡിസ്ട്രിക്റ്റിലാണ് ഏത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ജാലിയൻവാലാബാഗ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒത്തുകൂടിയെന്ന് പറഞ്ഞു. എന്തിനാ ഒത്തുകൂടിയത്? എന്തിനാ അവരവിടെ എത്ര ആളുകൾ? 20,000-ഓളം ആളുകൾ അവിടെ ഒത്തുകൂടി എന്നാണ് പറയുന്നത്. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയൊരു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയ ഒരു ആക്ട് ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു? റൗലറ്റ് ആക്ട്. 1919 തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ആക്ട് ആയിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ആരെ എപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, ഏത് സ്ഥലത്തും അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി റെയ്ഡ് നടത്താം, ആരെയും പ്രത്യേകിച്ച് കോടതിയോ അല്ലെങ്കിൽ ജഡ്ജ്മെന്റോ ഒന്നുമില്ലാതെ എന്ത് ചെയ്യാം, ജയിലിൽ അടയ്ക്കാം. അങ്ങനെ ഒരു നമുക്ക് വളരെ ഉപദ്രവകരമായിട്ടുള്ള വിപ്ലവകാരികളെ അടിച്ചമർത്താനായിട്ട് കൊണ്ടുവന്നൊരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. സോ അതിൽ പ്രതിഷേധം എന്നുള്ള നിലയിൽ അതിൽ പ്രതിഷേധിച്ചിരുന്ന അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രതിഷേധത്തിന് പഞ്ചാബിൽ ലീഡർഷിപ്പ് കൊടുത്ത 2 പേരായിരുന്നു ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്ന് പറയുന്ന വ്യക്തിയും ഡോക്ടർ സത്യപാൽ എന്ന് പറയുന്ന വ്യക്തിയും. ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റിൽ ഓർത്തിരിക്കുക. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്ന് പറയുന്ന വ്യക്തിയും ഡോക്ടർ സത്യപാൽ എന്ന് പറയുന്ന വ്യക്തിയും റൗലറ്റ് ആക്ടിനെതിരെ പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത 2 വ്യക്തികളായിരുന്നു. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. സോ ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഒരു കൂട്ടം നിരായുധരായ ആളുകൾ ജാലിയൻവാലാബാഗിൽ ഒത്തുകൂടുന്നത്. അങ്ങനെ ഒത്തുകൂടിയ ആളുകൾക്കെതിരെയാണ് ആര് വെടിവെക്കാനുള്ള ഉത്തരവിടുന്നത്? നമ്മുടെ ജനറൽ ഡയർ. ആ സമയത്ത് അവിടുത്തെ പോലീസ് മേധാവിയായിട്ടുള്ള ജനറൽ ഡയർ അവർക്കെതിരെ വെടിവെക്കാൻ ഉത്തരവിടുകയാണ്. അങ്ങനെ ഈ ജനറൽ ഡയർ ഉത്തരവിടുകയും ബ്രിട്ടീഷ് പോലീസ് നടപ്പിലാക്കിയും വെടിവെപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് പേര് മരണപ്പെടുന്നത്. സോ ഓർഡർ ഇട്ട വ്യക്തി ആര്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് അല്ലെങ്കിൽ അന്ന് വെടിവെപ്പിന് ഉത്തരവിട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ജനറൽ ഡയർ ആണ്. ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്. ഒപ്പം തന്നെ ഈ ജനറൽ ഡയർ എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലുന്നത് പാട്രിയോട്ട് ആയിട്ടുള്ള ഉദ്ധം സിംഗ് ആണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1940 ഇയറൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളതേ ഉള്ളൂ. 1940 21 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലുന്നത്. എന്തായാലും ഈ ജനറൽ ഡയറിനെ കൊല്ലുന്നത് ഉദ്ധം സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരാം, ജനറൽ ഡയറിനെ കൊല്ലുന്നത് ആരാണ്, കൊന്നത് ആരാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അതേ ആൻസർ എന്താണ്? ഉദ്ധം സിംഗ് ആണ്. സോ ഓർഡർ ഇട്ടത് ജനറൽ ഡയർ. ജാലിയൻവാലാബാഗ് മസാക്കറിന് ഓർഡർ ഇട്ടത് ജനറൽ ഡയർ. അവരെ കൊലപ്പെടുത്തിയത് ആരാണ്? ഉദ്ധം സിംഗ് ആണ്. ഇനി ഇങ്ങനൊരു മസാക്കർ ഉണ്ടായി. ബ്രിട്ടീഷുകാരുടെ കണക്കുകൾ പ്രകാരം വളരെ കുറവാണ് അവർ കാണിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോഴും ഇന്ത്യയുടെ ചരിത്രകാരന്മാർ പറയുന്നത്. അതിനേക്കാളൊക്കെ ഒരുപാട് പേര് അന്ന് അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. വെടിയേറ്റ് മരിച്ചതിനേക്കാളും ഒരുപാട് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് അവിടെ മരണപ്പെട്ടു എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നത്. ഒരൊറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ, അതിലൂടെ ആളുകൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല എന്നുള്ള കഥകളെല്ലാം നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അറിയുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. ഇനിവേ ജനറൽ ഡയർ ആണ് ഓർഡർ ഇട്ടത്. കൊന്നത് ആരാണ്? ഉദ്ധം സിംഗ് ആണ് കൊന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഈ ജാലിയൻവാലാബാഗ് മസാക്കർ അന്വേഷിച്ചത്? അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഈ ജാലിയൻവാലാബാഗ് മസാക്കറിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ജാലിയൻവാലാബാഗ് മസാക്കർ അന്വേഷിക്കാനായിട്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ പേരാണ് ഹണ്ടർ കമ്മിറ്റി. ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹണ്ടർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാലിയൻവാലാബാഗ് മസാക്കറിനെ പറ്റി അന്വേഷിക്കാനായിട്ട് നിയമിച്ചു. സോ ജാലിയൻവാലാബാഗ് മസാക്കർ അന്വേഷിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേരാണ് ഹണ്ടർ കമ്മിറ്റി. അവർ നമ്മളെ വേട്ടയാടിയതാണ്. ഹണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടക്കാരനാണ് എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം.
ഇനി അപ്പോൾ ഇതാണ് ജാലിയൻവാലാബാഗിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഈ ജാലിയൻവാലാബാഗ് മസാക്കറിൽ പ്രതിഷേധിച്ച് പല നമ്മുടെ പ്രശസ്തരായിട്ടുള്ള ആ സമയത്തെ ലീഡേഴ്സും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വളരെ എന്താ പറയുക വാല്യബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. PSC പോയിന്റ് ഓഫ് വ്യൂ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ സർ പദവി ബ്രിട്ടീഷുകാർ വളരെ ബഹുമാനത്തോടുകൂടി നമുക്കറിയാം സർ ഐസക് ന്യൂട്ടൺ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതാണ്. ആ സർ പദവി കിട്ടിയിട്ടുള്ള വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ സർ പദവി ഇദ്ദേഹം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇതിൽ പ്രതിഷേധിച്ച് ജാലിയൻവാലാബാഗ് മസാക്കറിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര്? PSC ഒരു എവർഗ്രീൻ ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഇപ്പോൾ നമുക്ക് കിട്ടുകയാണ്. ആൻസർ എന്താണ്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തതാണ് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്നത്. അന്നത്തെ ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഒരു പദവി തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു അവാർഡ് പോലെ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊടുക്കുന്നതാണ്. അത് തിരിച്ചു കൊടുത്ത രണ്ട് വ്യക്തികളാണ് ഗാന്ധിജിയും സരോജിനി നായിഡുവും. സോ സർ പദവി തിരിച്ചു കൊടുത്ത് രവീന്ദ്രനാഥ് ടാഗോർ. അപ്പം ആറെന്നോ വല്ലത് ഓർത്തിരുന്നാൽ മതി, മാറിപ്പോകണ്ട. സർ പദവി തിരിച്ചു കൊടുത്ത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഒപ്പം തന്നെ കൈസർ ഇ ഹിന്ദ് തിരിച്ചു കൊടുക്കുന്നത് ഗാന്ധിജിയും സരോജിനി നായിഡുവാണ്. നമ്മൾ പറഞ്ഞു പ്രതിഷേധങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ജാലിയൻവാലാബാഗ് മസാക്കറിൽ പ്രതിഷേധിച്ച് കുറച്ച് ആളുകൾ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ നൈറ്റ്ഹുഡ് സർ പദവി തിരിച്ചു കൊടുത്ത രവീന്ദ്രനാഥ് ടാഗോർ, കൈസർ ഇ ഹിന്ദ് തിരിച്ചു കൊടുത്തത് ഗാന്ധിയും സരോജിനി നായിഡുവാണ്. അതുപോലെ SSCക്കും RRBക്കും ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ മലയാളികളായ നമ്മൾ കേരള PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ 1909 മിൻഡോ മോർലി റീഫോംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു ആക്ടോട് കൂടി ഇന്ത്യൻസിന് കൂടി എന്ത് കിട്ടിയിട്ടുണ്ട്, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ പ്രവേശനം കിട്ടി, അല്ലെങ്കിൽ അവരെയും കൂടി ഇന്ത്യക്കാരെ കൂടി അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി നമ്മൾ പറഞ്ഞു. അങ്ങനെ 1919 വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ C ശങ്കരൻ നായർ, മലയാളിയാണ്. ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് ആ പൊസിഷൻ രാജിവെച്ചു. സോ കേരള PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാവുന്നതാണ്. ജാലിയൻവാലാബാഗ് മസാക്കറിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും റിസൈൻ ചെയ്ത മലയാളി ആര് അല്ലെങ്കിൽ വ്യക്തി ആര്? സോ നമുക്കിവിടെ ആൻസർ കിട്ടുകയാണ് C ശങ്കരൻ നായർ. അപ്പോൾ ജാലിയൻവാലാബാഗ് മസാക്കർ നമ്മൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചെന്നുള്ളത്. സംഭവിക്കുന്നത് April 13, 1919 പഞ്ചാബിലുള്ള അമൃത്സർ ജില്ലയിൽ വെച്ചിട്ടാണ്. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിന്റെയും ഡോക്ടർ സത്യപാലിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയ ഒരു കൂട്ടം ജനങ്ങൾക്ക് നേരെ ജനറൽ ഡയർ വെടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് കൊല്ലുന്നത് ഉദ്ധം സിംഗ് ആണ്. ഈ കൊലപാതകത്തെ പറ്റി അല്ലെങ്കിൽ ജാലിയൻവാലാബാഗ് മസാക്കറെ പറ്റി അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മിറ്റിയുടെ പേരാണ് ഹണ്ടർ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ജാലിയൻവാലാബാഗ് മസാക്കറിൽ പ്രതിഷേധിച്ച് സർ പദവി അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് തിരിച്ചു കൊടുത്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. കൈസർ ഇ ഹിന്ദ് തിരിച്ചു കൊടുത്ത രണ്ട് വ്യക്തികളാണ് ഗാന്ധിജിയും സരോജിനി നായിഡു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് ആ പദവി റിസൈൻ ചെയ്ത വ്യക്തിയാണ് ശ്രീ C ശങ്കരൻ നായർ. ഇത്രയാണ് പല തവണയായിട്ട് പല എക്സാംസിലും ചോദിച്ചിട്ടുള്ളത്. എല്ലാം മനസ്സിൽ ഓർത്തു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ പരിചിതമായിട്ടുള്ള പേരുകളാണ്. സോ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സെഷനുമായിട്ട്, അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് 1947 വരെ എത്താനുണ്ട്. നമുക്ക് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളൂ. 1947 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഇവൻസുമായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. കീപ് വാച്ചിങ്. താങ്ക് യു.